പറയട്ടെ ഞാൻ പറയുന്ന അപ്പോൾ സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകനായ ഒരാൾ ഇത്തരമൊരു ദുരന്തത്തിനിരയായപ്പോൾ ആരും വഴി തടഞ്ഞില്ല, ആരും പ്രതിഷേധിച്ചില്ല. കാരണം അപ്പോൾ ഉപതെരഞ്ഞെടുപ്പില്ല, അതാണ് അവിടെയാണ് എനിക്ക് അതിൽ വിമർശനമുള്ളത്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത്. ഇപ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഉത്തരവാദിത്വ ബോധത്തോടെയാണ്. വേണമെങ്കിൽ എനിക്ക് പറയാം, ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയം പറയാം, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നുകൂടി പറയാം, ഒരു 2 മാസം മുമ്പാണ് ഇവിടെ പുത്തിരിപ്പാടത്ത്, തൊട്ടപ്പുറത്താണ്, നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് അന്വേഷിച്ച് മനസ്സിലാക്കാൻ കഴിയും, തൊട്ടടുത്ത് കാരക്കോടടുത്ത് പുത്തിരിപ്പാടം എന്നൊരു സ്ഥലമുണ്ട്. വേണമെങ്കിൽ നടന്നും പോകാം, പക്ഷേ വാഹനത്തിൽ പോകാവുന്ന ഒരു സ്ഥലമാണ്, ഈ പഞ്ചായത്തിലുള്ള സ്ഥലമാണ്. അവിടെ ഒരാൾ ഇതേപോലെ മരണപ്പെട്ടു. തെങ്ങേറ്റ കയറാൻ വേണ്ടി വന്ന ആളാണ്. പുത്തൻ വീട്ടിൽ രാമകൃഷ്ണൻ എന്ന കുഞ്ഞൂട്ടൻ, ഒരു പാവ മനുഷ്യൻ ഇങ്ങനെ മരണപ്പെട്ടു. അപ്പോൾ എന്നോട് അവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പം അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഒരാളാണ്. ആരും വഴിയടഞ്ഞില്ലല്ലോ. സ്വന്തം പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെടുമ്പോൾ എല്ലാ ഇതിലും വികാരം ഉണ്ടാവും. മറ്റത് അത്രയും അടുത്ത ഒരാളാകുമ്പോൾ ശരിക്കും എത്ര വലിയ ദുഃഖവും രോഷവും ഉണ്ടാവും. ആരും വഴിയടഞ്ഞിട്ടില്ല. വഴിതടഞ്ഞില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരും ആരും അവിടെ വന്നുപോലും ഇല്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ.